മൂവാറ്റുപുഴ നഗരസഭയുടെ മാലിന്യ സംഭരണ കേന്ദ്രമായ കടാതി വളക്കുടിയിലെ ഡംപിംഗ് യാർഡിൽ മാസങ്ങളായി ബയോമൈനിംഗ് നടക്കാത്തത് നഗരസഭാ ഭരണസമിതിയുടെ പിടിപ്പുകേടാണെന്ന് പ്രതിപക്ഷ കൗൺസിലർമാർ. പ്രവർത്തനം നിലച്ച ഡംപിംഗ് യാർഡ് LDF കൗൺസിലർമാർ സന്ദർശിക്കുകയും ചെയ്തു. മൂവാറ്റുപുഴ നഗരസഭയുടെ മാലിന്യ സംസ്കരണ കേന്ദ്രമായ കടാതി വളക്കുഴിയിലെ ഡംപിംഗ് യാർഡിൽ മാസങ്ങളായി ബയോമൈനിംഗ് നടത്താത്തത് നഗരസഭാ ഭരണസമിതിയുടെ പിടിപ്പുകേടാണെന്ന് പ്രതിപക്ഷ LDF കൗൺസിലർമാർ ആരോപിച്ചു. പ്രവർത്തനം നിലച്ച ഡംപിംഗ് യാർഡ് LDF കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ സന്ദർശിച്ചു. 3 മാസമായി ഡംപിംഗ് യാർഡിൽ നിന്ന് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉൾപ്പെടെ തരം തിരിച്ചു നീക്കുന്നില്ല. ബയോമൈനിങ്ങിന് കരാറെടുത്ത കമ്പനിയുമായുള്ള UDF കൗൺസിലിന്റെ ഒത്തുകളിയാണ് കാരണമെന്നും LDF നേതാക്കൾ ആരോപിച്ചു. എത്രയും പെട്ടെന്ന് പ്രോസസ്സിംഗ് കഴിഞ്ഞിരിക്കുന്ന വേസ്റ്റ് ഇവിടുന്ന് എടുത്ത് മാറ്റുന്നതിന് വേണ്ട എല്ലാ നടപടികളും മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടത് ഒരു അത്യാവശ്യ ഘട്ടമാണ്. എന്നാൽ ഇപ്പോൾ ഇവിടെ അതല്ല നടക്കുന്നത്. ഇത് വേസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള പ്രവർത്തനങ്ങൾ ഇവിടെ നഗരസഭയുടെ ഭാഗത്തു നിന്നും ഒന്നും തന്നെ നടക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതിനെതിരെ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ഞങ്ങളൊരു സമരവുമായിട്ട് വരാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ 3 മാസമായിട്ട് ഇവിടെ തൊഴിലാളികളില്ല. ഇവിടുത്തെ അവസ്ഥ 2-3 തൊഴിലാളികളാണ് ഇവിടെ നിൽക്കുന്നത്. ഇവർ ഏതാണ്ട് 3 മാസമായിട്ട് ഇതിൻ്റെ മെഷീനറികളൊന്നും വർക്ക് ചെയ്യാതെ ആയിട്ട് 3 മാസത്തോളമായിട്ടുണ്ട്. ഇത് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ പ്രദേശത്തെ കിണറുകളിലേക്കെല്ലാം ഇവിടുത്തെ വേസ്റ്റ് അടിഞ്ഞുകൂടിയതിന് ശേഷം അതിൽ നിന്ന് വെള്ളം ഉറവയായിട്ട് ആ കിണറുകളിലോട്ടൊക്കെ എത്തുകയാണ്. അത് ഒക്കെ പരിഹരിക്കണം എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. കഴിഞ്ഞ ഓണത്തിന് ഡംപിംഗ് യാർഡിലെ മാലിന്യക്കൂമ്പാരം മറച്ചുകെട്ടി തൽക്കാല പൂന്തോട്ടം തയ്യാറാക്കി കരാർ കമ്പനിയും UDF ഭരണസമിതിയും ചേർന്ന് ഓണാഘോഷവും ഓണസദ്യയും നടത്തിയിരുന്നെന്നും തുടർന്ന് ഇടവിട്ട് നടത്തിയ ബയോമൈനിംഗ് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ പൂർണ്ണമായും നിലച്ചതായും ഇതേ തുടർന്ന് പ്രദേശത്ത് മാലിന്യം കെട്ടിക്കിടക്കുകയാണെന്നും കൗൺസിലർമാർ ആരോപിച്ചു. സമീപവാസികളുടെ വീടുകളിലെ കിണറുകളിലും മറ്റും മാലിന്യം ഒഴുകിയെത്തുന്നുണ്ട്. പ്രദേശത്ത് ദുർഗന്ധവും പരക്കുന്നു. പകർച്ചവ്യാധികൾ ഉൾപ്പെടെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സ്ഥിതിയാണ്. ബയോമൈനിങ്ങിനുള്ള യന്ത്രസാമഗ്രികൾ തുരുമ്പെടുത്ത് നശിക്കുന്നു. നടപടിയെടുക്കാൻ നഗരസഭ തയ്യാറാകുന്നില്ല. ബയോമൈനിങ് നടത്തുന്നതിനും മാലിന്യം നീക്കം ഉറപ്പുവരുത്താൻ ഉടൻ നഗരസഭാ ഭരണസമിതി തയ്യാറാകണമെന്നും LDF കൗൺസിലർമാർ ആവശ്യപ്പെട്ടു. LDF പാർലമെന്ററി പാർട്ടി സെക്രട്ടറി മജീദ് മങ്ങാടൻ, കൗൺസിലർമാരായ NM കിഷോർ, TA സജി, റബിൻസ് T അലിയാർ, അമ്പിളി ബിജു, ജയ സുഗു, രജനി സജീവ് എന്നിവരുടെ നേതൃത്വത്തിലാണ് ഡംപിംഗ് യാർഡ് സന്ദർശിച്ചത്.